കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൽ എൻഡിഎയിൽ പ്രതിസന്ധി രൂക്ഷം. സുപ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുനൽകേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ച് ബിജെപി. ക്യാബിനറ്റ് പദവികളിലടക്കം വിട്ടുവീഴ്ചയില്ലാതെ ജെഡിയുവും ടിഡിപിയും. ആന്ധ്രയിൽ മുസ്ലിം സംവരണം നടപ്പാക്കുമെന്നും ടിഡിപി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകാനും തീരുമാനം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, അങ്ങനെ ഒരു കീറാമുട്ടിയായി തുടരുകയാണ് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണം. തീരുമാനങ്ങളിൽ ഉറച്ചു, നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് ടിഡിപിയും ഒപ്പം ജെഡിയുവും. എന്താണ് ഈ അവരുടെ ആവശ്യങ്ങൾ? കൂടുതൽ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ? ഇന്നത്തെ ബി.ജെ.പി. യോഗം നിർണായകമാണ്. ഒപ്പം തന്നെ ജെഡിയുവിൻ്റെയും ടിഡിപിയുടെയും അതാത് പാർട്ടികളുടെ യോഗവും നിർണായകമാണ്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? സിജു, എന്തായാലും രാജ്യ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ജെഡിയുവും ടിഡിപിയും എല്ലാം തന്നെ അവരുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വകുപ്പുകൾ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോഴും കീറാമുട്ടിയായി തുടരുന്നത്. ഇതിൽ ബി.ജെ.പിയുടെ നിലപാടെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരവും പ്രതിരോധവും അതുപോലെ തന്നെ ഐ.ടിയും വിദേശകാര്യവും റെയിൽവേ അടക്കമുള്ള വകുപ്പുകളെല്ലാം തന്നെയും ബി.ജെ.പി. സഖ്യകക്ഷികൾക്ക് നൽകേണ്ട എന്നൊരു നിലപാടിൽ നിൽക്കുന്നു. അതേസമയം ജെ.ഡി.യു അടക്കമുള്ള ഈ ജെ.ഡി.യു അടക്കം ആവശ്യപ്പെടുന്നത് റെയിൽവേ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ടി.ഡി.പി. ആണെങ്കിൽ സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെയും ഇത്തരത്തിലെല്ലാം തന്നെയും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ജെ.ഡി.യുവും ടി.ഡി.പിയും എല്ലാം തന്നെയും പ്രത്യേകം യോഗം ചേർന്നിരുന്നു. ബി.ജെ.പിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്നിപ്പോൾ അനക്സ് അവിടെ ചേർന്നിരുന്നു. ഇത് കൂടാതെ ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ എൻ.ഡി.എയുടെ എം.പിമാരുടെയും അതോടൊപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാരുടെയും മോർച്ച അധ്യക്ഷന്മാരുടെയും നിയമസഭാ കക്ഷി നേതാക്കളുടെ എല്ലാം തന്നെയും യോഗം അല്പസമയത്തിനകം തന്നെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും വളരെ നിർണായകമായ ചർച്ചകൾക്ക് തന്നെയാണ് ദില്ലിയിൽ സാക്ഷ്യം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനുള്ളത് ടി.ഡി.പി. അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി.ഡി.പി. ആന്ധ്രയിൽ മുസ്ലിം സംവരണത്തെക്കുറിച്ചെല്ലാം തന്നെയും ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അതായത് മുസ്ലിം സംവരണം ആന്ധ്രയിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ബി.ജെ.പി. വളരെയധികം പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം പ്രത്യേകിച്ച് തെലങ്കാനയിലെല്ലാം തന്നെയും നരേന്ദ്രമോദി പ്രസംഗിച്ചത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ സംവരണം, മുസ്ലിം വിഭാഗത്തിൻ്റെ സംവരണം എടുത്തു കളയുമെന്നുള്ളതായിരുന്നു. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് അല്പം പോലും ബി.ജെ.പിയുടെ ഒരു അജണ്ട സംബന്ധിച്ചെല്ലാം തന്നെയും നേരെ എതിരായ കാര്യങ്ങളാണ് ഇപ്പോൾ ടി.ഡി.പി. ആവശ്യപ്പെടുന്നത്. മുസ്ലിം സംവരണം അവിടെ ആന്ധ്രയിൽ കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ ടി.ഡി.പി. ഉന്നയിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെയും വളരെയധികം പ്രതിസന്ധി ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സഖ്യകക്ഷികളെ കൂട്ടാതെ ഒരു മന്ത്രിസഭാ രൂപീകരണം യാഥാർത്ഥ്യമാകുകയുമില്ല. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് ബി.ജെ.പി. മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് മന്ത്രിസഭാ രൂപീകരണത്തിന് ഏറ്റവും വലിയ ഒരു വിലങ്ങ് തടിയായി മാറിയിരിക്കുന്നത്. അതേസമയം തന്നെ ജെ.ഡി.യു, ഇന്നലെ ജെ.ഡി.യുവിൻ്റെ വക്താവായ കെ.സി. ത്യാഗി ആവശ്യപ്പെട്ടത് ഈ ജാതി സെൻസസ് രാജ്യമാകെ നടപ്പാക്കണം, അതോടൊപ്പം തന്നെ അഗ്നിവീർ പദ്ധതി ഉപേക്ഷിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിൻ്റെയും അജണ്ടകൾ പോലും നിശ്ചയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അജണ്ടകൾ പോലും കൈകടത്തുന്ന രീതിയിലേക്ക് ഈ സഖ്യകക്ഷികൾ മാറുന്നത് വളരെ വലിയ തലവേദനയാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയൊരു അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഞായറാഴ്ചയാണെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായി എവിടെ നിന്നും ഒരു തീരുമാനം വന്നതായി അറിയാൻ കഴിയുന്നില്ല. നിലവിൽ ഈ തീരുമാനങ്ങൾ, അതായത് 5 മന്ത്രിസ്ഥാനം, അതിൽ 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, ഒരു സ്പീക്കർ സ്ഥാനം, ഇതാണ് ടി.ഡി.പിയുടെ ആവശ്യം. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയും. ജെ.ഡി.യുവിനെ സംബന്ധിച്ച് 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ബീഹാറിന് പ്രത്യേക പാക്കേജും ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അഗ്നിപഥ് പദ്ധതി നിർത്തലാക്കണമെന്ന ബീഹാറിൻ്റെ ആവശ്യമാണ്. ഒപ്പം തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണം. ബി.ജെ.പി. എന്തൊക്കെയാണോ രാജ്യത്തിന് വിരുദ്ധമായി ചെയ്തത്, എന്തൊക്കെയാണോ നടപ്പാക്കാതിരുന്നത്, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ജെ.ഡി.യുവും ടി.ഡി.പിയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. വല്ലാത്ത ഒരു പ്രതിസന്ധി ബി.ജെ.പിക്ക് സൃഷ്ടിക്കുന്നുണ്ട്. വഴങ്ങേണ്ടി വരും ബി.ജെ.പിക്ക് ചില കാര്യങ്ങളിൽ. പ്രധാന വകുപ്പുകൾ, ആഭ്യന്തരം, ധനകാര്യം അടക്കമുള്ള വകുപ്പുകൾ ഒരു പക്ഷേ ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ജെ.ഡി.യു ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ എൽ.ജെ.പി. ആവശ്യപ്പെടുന്ന ഭക്ഷ്യവകുപ്പ്, റെയിൽവേ ആവശ്യപ്പെടുന്ന ജെ.ഡി.യുവിൻ്റെ തീരുമാനം എല്ലാം വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ പോകുന്നു എന്ന് പറയാം. തീർച്ചയായും സിജു, അതുതന്നെയാണ്. കാരണം മുൻപെങ്ങും ഇല്ലാത്ത ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ബി.ജെ.പി. ഇപ്പോൾ നേരിടുന്നത്. നമുക്കറിയാം, 2019-ലും 2014-ലൊക്കെ ആണെങ്കിലും ഒരു ഏകപക്ഷീയമായ, അതായത് കേവല ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യം ഏകാധിപത്യയെ പോലെ ഭരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പോലും ചില വിട്ടുവീഴ്ച ചെയ്താലും ഈ രാഷ്ട്രീയമായ അജണ്ടകളും ആർ.എസ്.എസിൻ്റെയും ബി.ജെ.പിയുടെയും അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
കാര്യമാണ്. അത് തന്നെയാണ് ഈ അഗ്നിവീർ പദ്ധതിയും അതുപോലെ തന്നെ മുസ്ലിം സംവരണം അടക്കമുള്ള BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യങ്ങൾ, ഇതിനെല്ലാം തന്നെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ BJPക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് ഈ ഒരു മന്ത്രിസഭാ രൂപീകരണം വൈകാനും കാരണം. എന്തായാലും നാളെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് അത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകളെല്ലാം തന്നെയും നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്തുകൂടി BJP നടത്തുന്നുണ്ട്. അയൽ രാജ്യങ്ങളെ ഭരണാധികാരികളെല്ലാം തന്നെ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. എങ്കിൽ പോലും ഇപ്പോഴും ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു വീതം വെപ്പ് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ അഗ്നിവീർ പദ്ധതിയും മുസ്ലിം സംവരണവും അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡെല്ലാം തന്നെയും വളരെ വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നു. JDUവും TDP മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായ നിലപാട് BJPക്ക് സ്വീകരിക്കേണ്ടി വരും. ഇതിൽ RSSുമായിട്ടെല്ലാം തന്നെയും BJPക്ക് ആശയവിനിമയം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം തന്നെയുമാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് BJP പോകുന്നത്. നമുക്കറിയാം സിബി, ഒപ്പം തന്നെ ഈ ഇന്നത്തെ യോഗത്തിൽ BJPയുടെ യോഗത്തിൽ എംപിമാരല്ലാതെ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ ഒപ്പം തന്നെ RSSന്റെ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരേ സമയം തന്നെ BJPക്ക് JDUവും TDPയും തലവേദന സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഈ കേന്ദ്രഭരണത്തിൽ പ്രത്യേകിച്ച് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ RSSന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിലേറ്റ മോദി മുന്നിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലുള്ള തിരിച്ചടികൾ BJPക്ക് നൽകുകയും ചെയ്തു. RSS വലിയ തരത്തിൽ പിടിമുറുക്കാൻ RSSന്റെ ചില നിർദ്ദേശങ്ങൾ കൂടി വഴങ്ങേണ്ടി വരും BJPക്കും മോദിക്കും. തീർച്ചയായും സിജു, ഇതിൽ കൃത്യമായി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് UPയിലടക്കം നേരിട്ട ഒരു വലിയ പരാജയം മോദിയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ RSSന്റെ അടക്കം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെല്ലാം തന്നെയും RSSന്റെ സഹായം ആവശ്യമില്ല എന്ന് BJPയുടെ അധ്യക്ഷൻ JP നദ്ദ തന്നെ ഒരു ദേശീയ മാധ്യമത്തിന് പരസ്യമായി പറഞ്ഞ വാർത്തകൾ പുറത്തുവരുന്നു. മാത്രമല്ല UPയിലടക്കം RSSന്റെ സഹായം ലഭിച്ചിട്ടില്ല എന്നൊരു രാഷ്ട്രീയമായ വിലയിരുത്തൽ BJPക്കുണ്ട്. ഈ RSSന് മുകളിൽ നരേന്ദ്രമോദി വളർന്നു എന്നെല്ലാം തന്നെയും BJP നേതാക്കൾ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി തന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഏതായാലും മന്ത്രിസഭാ രൂപീകരണം NDA സംബന്ധിച്ച് BJP സംബന്ധിച്ച് വലിയ തലവേദനകൾ സൃഷ്ടിക്കുകയാണ്. നിലപാടിൽ ഉറച്ചു തന്നെയാണ് TDPയും JDUവും അടക്കമുള്ള കക്ഷികൾ. ഒപ്പം തന്നെ LJPയും ഭക്ഷ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും CBC ജോസഫ് നൽകിയത്.